അപ്പം 100 ക്വസ്റ്റ്യൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ്, ഈ മെയിലത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത്. ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. സോ ദ റൈറ്റ്സ് ഓഫ് എൻ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ടു ക്യാരി ഓൺ കോമ്പീറ്റിംഗ് ബിസിനസ്. അപ്പം നമ്മളുടെ ഫേമിൽ നിന്നും ഒരു പാർട്ട്ണർ വിരമിച്ച് പോയി കഴിഞ്ഞാൽ അപ്പം ആ പാർട്ട്ണർ വേറെ ഒരു ഫേം തുടങ്ങി. അപ്പം നമ്മൾ അതേപോലെ തന്നെയുള്ള ആദ്യം ചെയ്തിരുന്ന അതേ ബിസിനസ്സിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പാർട്ട്ണർ പാലിക്കേണ്ട കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ അവകാശങ്ങളാണ് അങ്ങനെ ഒരു കോമ്പീറ്റിംഗ് ബിസിനസ് തുടങ്ങാനായിട്ട് അദ്ദേഹത്തിനുള്ളത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ ടു ബി ഇൻഡെമിനിഫൈഡ് ബൈ ദ ഫേം ആൻഡ് ദ ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ടു ഇൻഡെമിനിഫൈ ദ ഫേം. അപ്പം ഇൻഡെമിനിഫൈ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണറെ ഫേം എല്ലാവരും കൂടി, ഫേം മീൻസ് ഇവിടെ എല്ലാ പാർട്ട്ണറും ഒന്നിക്കുമ്പോൾ ഫേം എന്ന് പറയുമല്ലേ. അപ്പം ഒരു പാർട്ട്ണർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫേമിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ചെയ്യേണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു കാര്യം ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പോൾ അവിടെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, കേസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ കേസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ആ ഡാമേജ് മുഴുവനും ഈ ഫേം എടുക്കും എന്നുള്ള പ്രോമിസ് തരുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡെമിനിറ്റിയിലെ. അപ്പം ഫേം പ്രോമിസ് തരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാമല്ലേ, മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലേ. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ബോത്ത് ഏജൻറ്റും പ്രിൻസിപ്പാളും ഒന്ന് തന്നെയാണല്ലേ, ഒരേപോലെ തന്നെയാണ്, ഏജൻറ്റുമായി മാറും, അതുപോലെ തന്നെ മറ്റേ ഉള്ളൊരു പാർട്ട്ണറിന് പ്രിൻസിപ്പാളുമായിട്ട് മാറും. അപ്പം അതേപോലെ തന്നെ ഈ ഫേമിന് പാർട്ട്ണറെ ഇൻഡെമിനിഫൈ ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഈ ഫേം എടുക്കും എന്ന് പറഞ്ഞില്ലേ, ഒരു പാർട്ട്ണർക്ക് എതിരെ ഒരു കേസ് വന്നാൽ ഫേം അതിൻ്റെ ഡാമേജസ് ഒക്കെ കൊടുക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഫേം എന്ന് പറഞ്ഞത് കൊടുക്കും എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്, ഈ പാർട്ട്ണർ തന്നെയാണല്ലേ. അപ്പം ഓരോ പാർട്ട്ണർമാർക്കും ഈ ഫേമിനെതിരെ വരുന്ന ഈ ഇൻഡെമിനിറ്റി ഉണ്ടല്ലോ, ഫേമിൻ്റെ ഇൻഡെമിനിറ്റി ഉണ്ടല്ലോ, അത് കൊടുക്കണം എന്നുള്ള ലയബിലിറ്റി ഉണ്ട്. അപ്പം അതാണ് പറഞ്ഞത്, ഫേമിൻ്റെ ഇൻഡെമിനിറ്റി കൊടുക്കണം എന്നുള്ള ലയബിലിറ്റി പാർട്ട്ണർമാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം, അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വി വിൽ ജസ്റ്റ് ഡൈവ് ഇൻ ടു ദ ടോപ്പിക് ഡയറക്ട്ലി. യെസ്, ദി ആൻസർ ഇസ് ഹിയർ. ദ റൈറ്റ്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ടു ക്യാരി ഓൺ കോമ്പീറ്റിംഗ് ബിസിനസ്, സെക്ഷൻ 36 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1932 ആണ് പറയുന്നത്. നോക്കിക്കോ, റൈറ്റ്സ് അവകാശം ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ പുറത്തേക്ക് പോകുന്ന പാർട്ട്ണർ ടു ക്യാരി ഓൺ കോമ്പീറ്റിംഗ് ബിസിനസ്, ഈ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബിസിനസ്, നമ്മളെ ഫേം നടത്തുന്ന ബിസിനസ്സിൻ്റെ അതേപോലെ തന്നെയുള്ള ബിസിനസ്സാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവകാശങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക? അത് സെക്ഷൻ 36 ആണ് പറയുന്നത്. An outgoing partner may carry on business competing with that of the firm and he may advertise such business. അപ്പോൾ ഇങ്ങനെ അഡ്വർടൈസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് he may not use the firm name. ഇപ്പോൾ മൈജിയിലത്തെ ഒരു പാർട്ട്ണർ പോകുന്നു, എന്നിട്ട് വേറൊരു ഫേം തുടങ്ങിയിട്ട് അതിന് മൈജി എന്ന് തന്നെ പേരിടാൻ പാടില്ല. സോ മേ നോട്ട് യൂസ് ദ ഫേം നെയിം. അല്ലാന്നുണ്ടെങ്കിൽ മൈജിയുടെ ഒരു രീതിയിലുള്ള ഒരു പേരൊന്നും ആ ഒരു ഇത്രയും ഫേമസ് ആണല്ലോ, ഇത്രയും ഒരു ലൈക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ, പുതിയ ഇറക്കുന്ന അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങനത്തെ ഒരു പേര്, ഫേമിൻ്റെ പേരേ വരാനായിട്ട് പാടില്ല അവിടെ. ബട്ട് സബ്ജക്റ്റ് ടു കോൺട്രാക്ട് ടു കോൺട്രറി എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിന് ഓപ്പോസിറ്റായിട്ട് ഒന്നും കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് കോൺട്രാക്റ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും വാലിഡ് ആവില്ല. അപ്പം സബ്ജക്റ്റ് ടു കോൺട്രാക്ട് ടു ദ കോൺട്രറി, അപ്പം കോൺട്രാക്റ്റിൽ ഇതിന് ഓപ്പോസിറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് എപ്പോഴും നമ്മളൊരു മുൻകൂർ ജാമ്യം ലോയിൽ എപ്പോഴും പറയാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്, ഒരു ലീഗൽ ഫ്രേസാണ്, എപ്പോഴും ഉപയോഗിക്കും ലോയിൽ, സബ്ജക്റ്റ് ടു ദ കോൺട്രാക്ട് ടു ദ കോൺട്രറി. അപ്പം കോൺട്രാക്റ്റിൽ ഇതിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി മേ നോട്ട് യൂസ് ദ ഫേം നെയിം ആൻഡ് റിപ്രസെൻറ്റ് ഹിംസെൽഫ് ആസ് എ ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം. അതായത് നമ്മുടെ ഈ ഫേമിൻ്റെ ബിസിനസ് ക്യാരി ചെയ്യുന്ന പോലത്തെ രീതിയിൽ അദ്ദേഹം റിപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ. ഓക്കെ, കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കണം പറയേണ്ടത്, അല്ലാതെ
ഫേമിൻ്റെ ബിസിനസ് ക്യാരി ചെയ്യുന്ന ഒരാളായിട്ട് പറയാൻ പാടില്ല. റിപ്രസെൻറ്റ് ഹിംസെൽഫ് ആസ് he may not represent himself as carrying on the business of the firm, or he may not solicit the custom of persons. സോളിസിറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക. ദ കസ്റ്റം ഓഫ് പേഴ്സൺസ് ഹൂ were ഡീലിംഗ് വിത്ത് ദ ഫേം ബിഫോർ he ceased to be a partner. ഓക്കെ, ഇദ്ദേഹം ആ പാർട്ട്ണർ ആയിരുന്ന സമയത്ത്, അതായത് പാർട്ട്ണർ പദവി ഉപേക്ഷിച്ച് വരുന്നതിന് മുമ്പുണ്ടല്ലോ, സീസ്ഡ് ടു ബി എ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നോ ലോങ്ങർ ഹീസ് എ പാർട്ട്ണർ. അപ്പം ഈ സീസ്ഡ് ടു ബി എ പാർട്ട്ണർ ആവുന്നതിന് മുമ്പ് ആ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ ആ ഒരു ഫേമിന്, കസ്റ്റം ഓഫ് പേഴ്സൺസ് ഹൂ വേർ ഡീലിംഗ് വിത്ത് ദ ഫേം. അപ്പോൾ അവരോട് ഇങ്ങനെ ക്ഷണിക്കാനൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. അത് ഫേമിൻ്റെ കസ്റ്റമേഴ്സാണല്ലോ. അപ്പോൾ ഫേമിൻ്റെ അതേപോലെ തന്നെയുള്ള ബിസിനസ്സാണല്ലോ ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പം അവരെ ഇതിലേക്ക് വിളിക്കാൻ പാടില്ല. ഫേമിൻ്റെ കസ്റ്റമേഴ്സ് ഫേമിൻ്റെ, ഇയാൾക്ക് സെപ്പറേറ്റ് കസ്റ്റമേഴ്സ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ക്ഷണിക്കാനൊന്നും പാടില്ല. സോളിസിറ്റ് ദ കസ്റ്റം ഓഫ് പേഴ്സൺസ് ഹൂ were ഡീലിംഗ് വിത്ത് ദ ഫേം ബിഫോർ he ceased to be a partner. അതായത് ഒരു സ്റ്റീൽ കമ്പനിയാണ് പാർട്ട്ണർഷിപ്പ് കൂടിയിട്ട് നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വന്നിട്ട് ഒരു പാർട്ട്ണറിനെ ഡിസ്പെൽ ചെയ്തു. ഡിസ്പെൽഷൻ ഓഫ് ദ പാർട്ട്ണർ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ പാർട്ട്ണർ പിരിഞ്ഞു പോന്നു. അങ്ങനെ ആ പിരിഞ്ഞു പോകുന്ന പാർട്ട്ണർക്ക് ഈ ബിസിനസ് ചെയ്തിരുന്ന ആ ഒരു കഴിവും ബിസിനസ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഇതേ ബിസിനസ് തന്നെ അയാൾ ഒറ്റയ്ക്ക് തുടങ്ങി, OPC ആയിട്ടൊക്കെ തുടങ്ങി, 1% കമ്പനിയൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങിയെന്ന് വിചാരിക്കും. അപ്പം കസ്റ്റം ഓഫ് പേഴ്സൺസ് ഹൂ were ഡീലിംഗ് വിത്ത് ദ ഫേമിനെ ഒന്നും ക്ഷണിക്കാൻ, സോളിസിറ്റ് ചെയ്യാൻ പാടില്ല ബിഫോർ he ceased to be a partner. സോ അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ്, പാർട്ട്ണർ പദവി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ കസ്റ്റമേഴ്സാണോ ആ ഒരു ഫേമിൽ വന്നിരുന്നത് അവരെ ഇതിലേക്ക് വിളിക്കാൻ പാടില്ല. നെക്സ്റ്റ് ആണ് എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ്. അതായത് വ്യാപാരം തടയുന്നതിനുള്ള ഒരു എഗ്രിമെൻറ്റ്. പാർട്ട്ണർ മേ മേക്ക് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ഹിസ് പാർട്ട്നേഴ്സ് ദാറ്റ് ഓൺ സീസിങ് ടു ബി എ പാർട്ട്ണർ he will not carry on any business similar to that of the firm within a specified period or within specified local limits. Notwithstanding anything contained in Section 27 of the Indian Contract Act 1872, such agreement shall be valid if the restrictions imposed are reasonable. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണല്ലേ, അങ്ങനെ ഒരു പാർട്ട്ണർ ഒരു ഫേമിൽ നിന്നും ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ആ പാർട്ട്ണർക്ക് അതേ ബിസിനസ് തുടങ്ങാൻ പറ്റുമോയെന്ന്, ആ പാർട്ട്ണറിന് അവകാശം ഉണ്ടോയെന്ന്. യെസ്, ഉണ്ട്. അതാണ് സെക്ഷൻ 36 നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത്. ഈ വക കാര്യങ്ങളൊന്നും അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല, ഫേമിൻ്റെ നെയിം ഉപയോഗിക്കാൻ പാടില്ല, കസ്റ്റമേഴ്സിനെ ക്ഷണിക്കാനായിട്ട് പാടില്ല എന്നൊക്കെയുള്ള കണ്ടീഷൻ ഓക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനത്തെ കോമ്പീറ്റിംഗ് ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് ഉണ്ട്. ഒരു പാർട്ട്ണർ ഒരു എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടും വിത്ത് ഹിസ് പാർട്ട്ണർ. എപ്പോഴാണെന്നറിയോ? ഓൺ സീസിങ് ടു ബി എ പാർട്ട്ണർ. നോ ലോങ്ങർ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർ ആവൂല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇനി നോ ലോങ്ങർ അദ്ദേഹം ഒരു പാർട്ട്ണർ ആവൂല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. ആ എഗ്രിമെൻറ്റിനെയാണ് എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞത്. ഹി വിൽ നോട്ട് ക്യാരി ഓൺ എനി ബിസിനസ്. അപ്പം ഈ ബിസിനസ് സിമിലറായിട്ട് ഫേം എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് ആ ബിസിനസ് ഇദ്ദേഹം ക്യാരി ചെയ്യില്ല. എപ്പോൾ, ഏത് വരെ? വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. ചിലപ്പോൾ ഒരു വർഷം ഈ കമ്മിങ് ഒരു വർഷം ഞാൻ അത് ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ എഗ്രിമെൻറ്റ് വാക്ക് കൊടുക്കും. ഓക്കെ, അപ്പം ഒന്നില്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ വിത്തിൻ സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ. ആൻഡ് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 27 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇവിടെ കണ്ടോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നുണ്ടല്ലോ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഇതുപോലെ തന്നെ ഉണ്ട്. അതിൽ പറയുന്നത് അങ്ങനെ ഒരിക്കലും ഒരാളെ തടയാൻ പാടില്ല എന്നാണ് അല്ലേ സെക്ഷൻ 27 പറയുന്നത്. പക്ഷെ ആകെ കൂടി ഒരു എക്സെപ്ഷണൽ കേസ് പറയുന്നത് ഗുഡ് വില്ലിൻ്റെ കേസിലാണ്. അത് റീസണബിൾ ആയിട്ടുള്ളൊരു ലിമിറ്റൊക്കെ രീതിയിൽ പറയുകയാണെങ്കിൽ വാലിഡാണ്. ഗുഡ് വില്ലിൻ്റെ കേസിൽ അങ്ങനെ ബിസിനസ് എടുത്തു പുറത്ത് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. അതും വല്ലാണ്ട് റെസ്ട്രിക്ഷൻസും അതിൽ വെക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ആ ഒരു
നിയമം പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയാൽ സെക്ഷൻ 27 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡിക്ലെയേഴ്സ് ദാറ്റ് എനി എഗ്രിമെൻറ്റ് ദാറ്റ് റീസ്ട്രെയിൻസ് എ പേഴ്സൺ ഫ്രം എക്സസൈസിങ് എ ലോഫുൾ പ്രൊഫഷൻ ട്രേഡ് ഓർ ബിസിനസ് ഈസ് വോയിഡ് ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കണ്ടേ, അദ്ദേഹത്തിന് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വോയിഡാണ്, നിലനിൽക്കാത്തൊരു അസാധുവായ ഒരു എഗ്രിമെൻ്റ് ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ റീസ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, ഒരാൾ ബിസിനസ് ചെയ്യുന്നതിനൊന്നും തടയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 27 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അതായത് ഈ ഒരു കരാറിൽ ഈ ഒരു വകുപ്പ് എന്നല്ല സെക്ഷനെ പറയാം മലയാളത്തിൽ, ഈ ഒരു വകുപ്പ് 27 പറഞ്ഞതിനെ വോയിഡാക്കി പറഞ്ഞതിനെ ഇവിടെ വാലിഡാക്കി പറയാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത്. ഒരു സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് അപ്പം തന്നെ ആ ഒരു പാർട്ട്ണറെ കൊണ്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുത്തിയിട്ട് പറയിപ്പിക്കുന്നതാണ് അല്ലേ. എന്നിട്ട് സച്ച് എഗ്രിമെൻറ്റ് ഷാൾ ബി വാലിഡ് ഇഫ് ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ആർ റീസണബിൾ. ന്യായമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണെങ്കിൽ സച്ച് എഗ്രിമെൻറ്റ് ഷാൾ ബി വാലിഡ്. അതായത് ഇപ്പം എങ്ങാനും ഇനി അയാൾ ഈ ഫേമിൻ്റെ അതേ ബിസിനസ് എങ്ങാനും തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ലോക്കൽ ലിമിറ്റിൽ തുടങ്ങൂല എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫേമിങ്ങിന് കേസ് കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞത്. സച്ച് എഗ്രിമെൻറ്റ് ഷോൾ ബി വാലിഡ് എന്ന് പറഞ്ഞാൽ ലീഗൽ വാലിഡിറ്റി ഉണ്ട്, ലീഗൽ ബൈൻഡിങ് ഉണ്ട്, ലീഗൽ സപ്പോർട്ട് കോടതി തരും എന്നാണ് പറഞ്ഞത്. അപ്പം അതും റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആയിരിക്കണം ഇമ്പോസ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ജില്ലയിൽ ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഈ എടുത്തുപുറത്തുള്ള 10 ജില്ലകളിലായിട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. Once again I will read agreement in restraint of trade. A partner may make an agreement with his partners that on ceasing to be a partner, പങ്കാളി അല്ലാതായി തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ceasing to be a partner, he will not carry on any business similar to that of the firm within a specified period or within specified local limits and notwithstanding anything contained in section 27 of the Indian Contract Act 1872. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ റീസ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്ന്, അത് വോയിഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇവിടെ എഴുതുന്നത്. അത് വോയിഡാന്ന് പറഞ്ഞത് ഇവിടെ വാലിഡാന്നല്ല പറയുന്നത്, ചെറിയ രീതിയിൽ നമ്മളൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ. So such agreement shall be valid if the restrictions imposed are reasonable. Such agreement shall be valid if the restrictions imposed are reasonable. If the restrictions imposed are reasonable. If you find this video useful, please do subscribe, please do comment and like my channel. Thank you so much.